2016 ഓഗസ്റ്റ് 8. സമയം രാത്രി ഏകദേശം 9 മണി. തമിഴ്നാട്ടിലെ തിരക്കേറിയ സേലം റെയിൽവേ സ്റ്റേഷൻ പതിവിലും കൂടുതൽ ശബ്ദമുഖരിതമായിരുന്നു. 11064 എന്ന നമ്പർ സേലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് അതിൻ്റെ ലക്ഷ്യസ്ഥാനമായ ചെന്നൈയിലേക്ക് യാത്ര തിരിക്കാനായി പൂർണ്ണ സജ്ജമായി ട്രാക്കിൽ കാത്തുകിടക്കുകയാണ്. പ്ലാറ്റ്ഫോമിൽ യാത്രക്കാരുടെ വലിയൊരു തിക്കും തിരക്കും ബഹളവും കാണാമായിരുന്നു. തങ്ങളുടെ ലഗേജുകളും പിടിച്ച് നേരത്തെ റിസർവ് ചെയ്ത സീറ്റുകൾ കണ്ടെത്താനായുള്ള നെട്ടോട്ടമായിരുന്നു മിക്കവരും. എല്ലാവരും അവരവരുടെ കോച്ചുകളിൽ കയറി സീറ്റുകളിൽ ഇടം പിടിച്ച് ഇരിപ്പായി. പ്ലാറ്റ്ഫോമിലെ അനൗൺസ്മെൻറ്റുകൾക്കും കച്ചവടക്കാരുടെ ശബ്ദങ്ങൾക്കുമിടയിലൂടെ ആളുകൾ തങ്ങളുടെ യാത്രക്കായി തയ്യാറെടുക്കുന്ന തിരക്കിലായിരുന്നു. ഇതേസമയം ട്രെയിനിൻ്റെ ജീവനക്കാർ തങ്ങളുടെ ചുമതലകളിൽ വ്യാപൃതരായിരുന്നു. എൻജിൻ ക്യാബിനിൽ ലോക്കോ പൈലറ്റ് വളരെ ശ്രദ്ധയോടെ യാത്ര പുറപ്പെടുന്നതിന് മുന്നോടിയുള്ള പതിവ് സുരക്ഷാ പരിശോധനകളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. നൂറുകണക്കിന് യാത്രക്കാരുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് ഈ പരിശോധനകൾ അത്യന്താപേക്ഷിതമാണ്. അതേസമയം തന്നെ ട്രെയിനിൻ്റെ ഗാർഡുകൾ പ്ലാറ്റ്ഫോമുകളിലൂടെ നടന്ന് ഓരോ കോച്ചുകളുടെയും സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും കൃത്യമാണോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സേലത്തിൽ നിന്നും ദിവസേന സർവീസ് നടത്തുന്ന ഒരു പ്രധാന യാത്രാ ട്രെയിനാണ് സേലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്. സേലം സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിച്ച് യാത്രാമധ്യേയുള്ള 14 റെയിൽവേ സ്റ്റേഷനുകൾ പിന്നിട്ടാണ് ഈ ട്രെയിൻ അതിൻ്റെ അവസാന സ്റ്റോപ്പായ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ പിറ്റേ ദിവസം പുലർച്ചെ എത്തിച്ചേരുന്നത്. നീണ്ട ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ പച്ചക്കൊടിയും കാത്ത് ആ എക്സ്പ്രസ് ട്രെയിൻ എൻജിൻ ഇരമ്പിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ അന്ന് ആ ട്രെയിനിലെ സാധാരണ പാസഞ്ചർ യാത്രക്കാർക്ക് പുറമെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. യാത്രാ കോച്ചുകൾക്കൊപ്പം 2 പ്രത്യേക പാഴ്സൽ കോച്ചുകൾ കൂടി ആ എക്സ്പ്രസ് ട്രെയിനിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോച്ചുകൾക്കുള്ളിൽ ഭദ്രമായി സീൽ ചെയ്ത 226 മരപ്പെട്ടികളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് സാധാരണ പെട്ടികളായിരുന്നില്ല. ആ മരപ്പെട്ടികൾക്കുള്ളിൽ നിറയെ 100-ൻ്റെയും 500-ൻ്റെയും 1000-ൻ്റെയും രൂപയുടെ ലക്ഷക്കണക്കിന് നോട്ടുകളുണ്ടായിരുന്നു. 1-2 കോടിയല്ല. ആ പെട്ടികൾക്കുള്ളിലായി ആകെ ഉണ്ടായിരുന്നത് 342 കോടി രൂപയുടെ വലിയൊരു ശേഖരമാണ്. എന്നാൽ അവയൊന്നും പുതിയ നോട്ടുകളായിരുന്നില്ല. മറിച്ച് ഉപയോഗിച്ച് പഴകിയതും കേടുപാടുകൾ സംഭവിച്ചതുമായ നോട്ടുകളായിരുന്നു അവയെല്ലാം. തമിഴ്നാട്ടിലെ വിവിധ ബാങ്കുകളിൽ നിന്നും ശേഖരിച്ച ഈ പണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെന്നൈയിലെ ബ്രാഞ്ചിലേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ വേണ്ടിയായിരുന്നു പണം നിറച്ച ആ 2 പാഴ്സൽ കോച്ചുകൾ കൂടി ആ പാസഞ്ചർ ട്രെയിനിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയെപ്പോലെ ജനവാസമുള്ള ഒരു രാജ്യത്ത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് നോട്ടുകളാണ് നിരന്തരം ആളുകളുടെ കൈകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. കാലക്രമേണ തേയ്മാനത്തിലൂടെ ഉപയോഗശൂന്യമാകുന്ന ഇത്തരം നോട്ടുകൾ വിവിധ ബാങ്കുകളിൽ നിന്ന് ശേഖരിച്ച് റിസർവ് ബാങ്കിൽ തിരിച്ചെത്തിക്കുന്നത് ഒരു പതിവ് നടപടിയാണ്. ബാങ്കിംഗ് ഭാഷയിൽ ഇത്തരം നോട്ടുകളെ സോയിൽഡ് കറൻസി എന്നാണ് വിളിക്കുന്നത്. ഉപയോഗശൂന്യമായ ഈ നോട്ടുകൾ വിവിധ ബാങ്കുകളിൽ നിന്നും ശേഖരിച്ച് റിസർവ് ബാങ്കിൽ എത്തിക്കുന്നു. അവിടെ വച്ച് അവ പൂർണ്ണമായും നശിപ്പിക്കുകയും പകരം അതേ മൂല്യമുള്ള പുതിയ നോട്ടുകൾ അച്ചടിക്കുകയും ചെയ്യുന്നതാണ് പതിവ്. മാത്രമല്ല, അന്ന് അധികാരത്തിലിരുന്ന നരേന്ദ്രമോദി സർക്കാർ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളിലായിരുന്നു. ഈ പ്രക്രിയയുടെ ഭാഗമായൊക്കെയാണ് ഇത്രയും വലിയൊരു തുക അന്ന് ആ ട്രെയിൻ കോച്ചുകളിൽ കയറ്റിയത്. 2 പാഴ്സൽ കോച്ചുകളിലായി 342 കോടി രൂപ സൂക്ഷിച്ചിരുന്ന ഈ പെട്ടികളെല്ലാം പൂർണ്ണമായും സീൽ ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. ഈ വമ്പൻ തുക യാതൊരു കുഴപ്പവുമില്ലാതെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനായി ആ പാഴ്സൽ കോച്ചുകൾക്ക് തൊട്ടു പിന്നിലുള്ള മറ്റൊരു കോച്ചിൽ സായുധരായ 18 പോലീസ് ഉദ്യോഗസ്ഥരെയും കാവൽക്കാരായി നിയോഗിച്ചിരുന്നു. അധികം വൈകാതെ ട്രെയിൻ ഗാർഡ് പച്ചക്കൊടി വീശി. യാത്രക്കാരെയും ആ വലിയ നിധിയേന്തിയ പാഴ്സൽ കോച്ചുകളെയും വഹിച്ചുകൊണ്ട് സേലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് പതിയെ സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നീങ്ങിത്തുടങ്ങി. ട്രെയിനിലെ സാധാരണ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പതിവ് യാത്ര മാത്രമായിരുന്നു. അല്പസമയത്തിനകം ട്രെയിൻ അതിൻ്റെ പൂർണ്ണ വേഗത കൈവരിച്ചു. കാറ്റിനെ കീറിമുറിച്ച് അത് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. സമയം കടന്നുപോകെ രാത്രിക്ക് ഇരുട്ട് കൂടി വന്നു. ജനാലയ്ക്കരികിലിരുന്ന് തണുത്ത കാറ്റ് ആസ്വദിക്കുന്നവർ, വീട്ടിൽ നിന്നും കരുതിയ രാത്രി ഭക്ഷണം കഴിക്കുന്നവർ, മൊബൈൽ ഫോണിൽ കളിക്കുന്ന കുട്ടികൾ, സുഖമായ ഒരു ഉറക്കത്തിനായി തയ്യാറെടുക്കുന്നവർ, അങ്ങനെ പുറത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ആ ട്രെയിനിലെ യാത്രക്കാർ അവരുടേതായ ലോകത്തായിരുന്നു.
തോക്കേന്തിയ ആ 18 പോലീസുകാർ പാഴ്സൽ കോച്ചിന് തൊട്ടു പിന്നിലെ കോച്ചിൽ എന്തിനും തയ്യാറായി പൂർണ്ണ ജാഗ്രതയോടെ കാവലിരിപ്പുണ്ടായിരുന്നു. താഴെ പോലീസുകാർ സുരക്ഷ ഒരുക്കുമ്പോൾ ആ രാത്രിയുടെ കുതിപ്പിൽ ആ ട്രെയിനിൻ്റെ മുകളിൽ 5 പേർ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന കാര്യം ആർക്കും ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീവണ്ടി കവർച്ചയ്ക്കാണ് അവർ ആ കോച്ചിന് മുകളിൽ കാത്തിരുന്നത്. ട്രെയിൻ നഗരത്തിൻ്റെ വെളിച്ചവും ബഹളവും പിന്നിട്ട് വിജനമായ ഇരുണ്ട പ്രദേശത്തേക്ക് കടന്നതും ട്രെയിനിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ 5 മോഷ്ടാക്കൾ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ പണമുള്ള പാഴ്സൽ കോച്ചിൻ്റെ മുകളിലേക്ക് ഇഴഞ്ഞു നീങ്ങി. കൃത്യമായ ആസൂത്രണത്തോടെ വന്ന അവർ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കട്ടർ മെഷീൻ ഉപയോഗിച്ച് ആ പാഴ്സൽ കോച്ചിൻ്റെ ഇരുമ്പ് മേൽക്കൂര വളരെ വിദഗ്ധമായി മുറിക്കാൻ തുടങ്ങി. ആ കോച്ചിൻ്റെ പിന്നിൽ കാവലിരിക്കുന്ന പോലീസുകാരോ മുന്നിലുള്ള യാത്രാ കോച്ചുകളിൽ ഉറങ്ങുന്ന യാത്രക്കാരോ ആ ട്രെയിനിന് മുകളിൽ നടക്കുന്ന ഈ സംഭവത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു വലിയ അവസരത്തിനായി ആ മോഷ്ടാക്കൾ ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നു. ദിവസങ്ങളോളം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് അവർ ഈ കൃത്യത്തിന് ഇറങ്ങിത്തിരിച്ചത്. ട്രെയിനിലെ കോച്ചുകളുടെ സ്ഥാനം, സുരക്ഷാ ക്രമീകരണങ്ങൾ, റിസർവ് ബാങ്കിലേക്ക് പണം അയക്കുന്ന ദിവസങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം അവർക്ക് കൃത്യമായ വിവരമുണ്ടായിരുന്നു. സേലത്തിനും ചെന്നൈക്കും ഇടയ്ക്കുള്ള ഒരു പ്രധാന സ്റ്റേഷനാണ് വിരുദാചലം. ആ കാലഘട്ടത്തിൽ സേലം മുതൽ വിരുദാചലം വരെ ട്രെയിനുകൾക്ക് വൈദ്യുത പാതകൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ സേലം മുതൽ വിരുദാചലം വരെ ഡീസൽ എഞ്ചിനിലാണ് ട്രെയിനുകൾ ഓടുന്നത്. എന്നാൽ വിരുദാചലം സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഡീസൽ എഞ്ചിൻ മാറ്റി പകരം ഇലക്ട്രിക് എഞ്ചിൻ ഘടിപ്പിക്കും. ഇലക്ട്രിക് പാതകളിൽ ട്രെയിനിന് മുകളിലായി അതിതീവ്രമായ വൈദ്യുതി പ്രവഹിക്കുന്ന ഹൈ വോൾട്ടേജ് ലൈനുകൾ ഉണ്ടാവും. അവിടെ വച്ച് ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും ഷോക്കേറ്റ് മരണം സംഭവിക്കാൻ വലിയ സാധ്യതയുണ്ട്. അതിനാൽ തങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം വിരുദാചലം എത്തുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കണമെന്ന് ആ 5 അംഗ സംഘത്തിന് നന്നായി അറിയാമായിരുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തീവണ്ടിയുടെ മുകളിലിരുന്ന് 5 പേർ ചേർന്ന് നടത്തുന്ന ഈ വമ്പൻ കവർച്ചാശ്രമം ശരിക്കും ഹോളിവുഡ് സിനിമകളിലെ രംഗങ്ങളെ വെല്ലുന്നതായിരുന്നു. സമയം അപ്പോൾ രാത്രി 10:15 കഴിഞ്ഞിരിക്കുന്നു. ട്രെയിനിലെ മിക്ക യാത്രക്കാരും ഇതിനോടകം തന്നെ ഗാഠനിദ്രയിലായിരിക്കുന്നു. മണിക്കൂറിൽ ഏകദേശം 70 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനോട് കിന്നാരം പറഞ്ഞുകൊണ്ട് ആ ട്രെയിൻ ഇരുട്ടത്തേക്ക് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. ആ അതിവേഗതയിൽ അവർ ഇരുമ്പ് മുറിക്കുന്ന കട്ടറിൻ്റെ ശബ്ദവും കാറ്റിൽ എങ്ങോട്ടോ പറന്നുപോയി. ഓരോ സെക്കൻഡും അവർക്ക് വിലപ്പെട്ടതായിരുന്നു. കാരണം വിരുദാചലം സ്റ്റേഷൻ ഇനി അധികം ദൂരമില്ല. വിശ്രമമില്ലാതെ കട്ടർ ഉപയോഗിച്ചതിൻ്റെ ഫലമായി അധികം വൈകാതെ തന്നെ പാഴ്സൽ കോച്ചിൻ്റെ മേൽക്കൂരയിൽ 2 അടി നീളവും 2 അടി വീതിയുമുള്ള ഒരു ദ്വാരമുണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചു. അതോടെ ആ 5 പേരുടെയും മുഖത്ത് ലക്ഷ്യം കണ്ടതിൻ്റെ സന്തോഷം മിന്നിത്തിളങ്ങി. തുടർന്ന് യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അവരിൽ 2 പേർ ഒരു കയറിൻ്റെ സഹായത്തോടെ ആ ദ്വാരത്തിലൂടെ കോച്ചിനുള്ളിലേക്ക് പതുക്കെ ഉഴുന്നിറങ്ങി. കോടാനുകോടി രൂപ നിറച്ച ആ മരപ്പെട്ടികൾ ഇരിക്കുന്ന ഇരുട്ടറയിലേക്കായിരുന്നു അവർ ചെന്നിറങ്ങിയത്. കോച്ചിനുള്ളിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ആ 2 മോഷ്ടാക്കളും ആദ്യം ചെയ്തത് പണം നിറച്ച സീൽ ചെയ്തു വച്ചിരിക്കുന്ന മരപ്പെട്ടികളിലെ ഒരു പെട്ടി തകർക്കുക എന്നതായിരുന്നു. അതിലുണ്ടായിരുന്ന നോട്ടുകൾ മുഴുവൻ അവർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന ഒരു ലുങ്കിയിലേക്ക് വാരി നിറച്ചു. ആ പെട്ടി പൂർണ്ണമായും കാലിയാക്കിയ ശേഷം അവർ ഓരോന്നോരോന്നായി മറ്റു 3 പെട്ടികൾ കൂടി തകർക്കുകയും അതിലെ പണവും സമാനമായ രീതിയിൽ ലുങ്കികളിലാക്കുകയും ചെയ്തു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ നോട്ടുകൾ കൊണ്ട് അവരുടെ കൈവശമുണ്ടായിരുന്ന 6 ലുങ്കികൾ പൂർണ്ണമായും നിറച്ചു. ഇനിയും കൂടുതൽ പണം കവരണമെന്ന് അവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും സമയം അതിക്രമിച്ചിരുന്നു. കുറച്ച് മിനിറ്റുകൾക്കകം ട്രെയിൻ വിരുദാചലം സ്റ്റേഷനിലേക്കെത്തും. അതിനാൽ മേൽക്കൂരയിലുള്ള കൂട്ടുകാരുടെ സഹായത്തോടെ അവർ ആദ്യം പണം നിറച്ച ലുങ്കികൾ മുകളിലേക്ക് കയറ്റി. തുടർന്ന് കയറുകളുടെ സഹായത്തോടെ കോച്ചിൻ്റെ മുകളിലേക്ക് അവരും അതിവേഗം തിരിച്ചു കയറി. അതിനുശേഷം ആ 5 അംഗ സംഘം അക്ഷമരായി വെല്ലൂർ മേൽപ്പാലത്തിനരികെ ട്രെയിൻ എത്തുന്നതിനായി കാത്തിരിപ്പായി. അവിടെ അവരുടെ മറ്റു ചില കൂട്ടാളികൾ ഒരു വാനുമായി അവർക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. വിരുദാചലം സ്റ്റേഷനിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ അകലെയാണ് വെല്ലൂർ മേൽപ്പാലം. അവിടെ റെയിൽവേ ട്രാക്കിലുള്ള വലിയൊരു വളവ് കാരണം ട്രെയിൻ സാധാരണയായി ആ ഭാഗത്ത് വേഗത കുറഞ്ഞാണ് പോകുന്നത്. ഈ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കിയായിരുന്നു അവരുടെ ആസൂത്രണം. ട്രെയിൻ വെല്ലൂർ മേൽപ്പാലത്തിനടുത്തേക്ക് അടുക്കുംതോറും ട്രെയിനിൻ്റെ വേഗതയും കുറഞ്ഞു. ആ 5 മോഷ്ടാക്കളും ഒട്ടും തന്നെ സമയം കളയാതെ ആദ്യം പണം നിറച്ച ലുങ്കികൾ താഴെ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ നിൽക്കുന്ന തങ്ങളുടെ കൂട്ടാളികൾക്ക് അടുത്തേക്ക് എറിഞ്ഞു കൊടുത്തു.
തുടർന്ന് അവരും ട്രെയിനിൽ നിന്ന് അതിവിദഗ്ധമായി താഴേക്ക് ചാടി വാനിൽ കയറി നിമിഷം നേരം കൊണ്ട് അവിടെ നിന്നും ഇരുട്ടിലേക്ക് മറഞ്ഞു. ഇത്രയൊക്കെ കോലാഹലങ്ങൾ അവിടെ നടന്നിട്ടും തൊട്ടു പിന്നിലെ കോച്ചിൽ പൂർണ്ണ സജ്ജരായി കാവലിരുന്ന ആ 18 പോലീസുകാർ ഈ വമ്പൻ കവർച്ചയെക്കുറിച്ച് യാതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ട്രെയിനിൽ ഒരു കുലുക്കവുമില്ലാതെ അതിൻ്റെ യാത്ര തുടർന്നു. രാത്രി കൃത്യം 11 മണിക്ക് ട്രെയിൻ വിരുദാചലം സ്റ്റേഷനിലെത്തി. ആ ട്രെയിൻ സ്ഥിരം ചെയ്യുന്നത് പോലെ അവിടെ വച്ച് ഡീസൽ എഞ്ചിൻ മാറ്റി പകരം ഇലക്ട്രിക് എഞ്ചിൻ ഘടിപ്പിച്ചു. ഇതെല്ലാം കൂടി ഏകദേശം 1 മണിക്കൂറോളം സമയം ആ ട്രെയിൻ വിരുദാചലം സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്നു. അവിടെ വച്ചും ആരും തന്നെ കോച്ചിൻ്റെ മുകളിലെ ദൂരമോ നടന്ന കവർച്ചയോ ശ്രദ്ധിച്ചില്ല. തുടർന്ന് സേലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ഒരിക്കൽ കൂടി പച്ചക്കൊടി കണ്ട് അവിടെ നിന്നും വീണ്ടും യാത്ര പുനരാരംഭിച്ചു. പിറ്റേന്ന് രാവിലെ ട്രെയിൻ അതിൻ്റെ ലക്ഷ്യസ്ഥാനമായ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നു. ട്രെയിൻ നിന്ന ഉടനെ സ്റ്റേഷനിൽ പതിവ് തിക്കും തിരക്കും ബഹളവും ആരംഭിച്ചു. രാത്രി മുഴുവൻ ഉറങ്ങിയതിൻ്റെ ആലസ്യത്തിൽ യാത്രാക്ഷീണത്തോടെ യാത്രക്കാരെല്ലാം പതുക്കെ ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങാൻ തുടങ്ങി. ഈ പാഴ്സൽ കോച്ചിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ളയുടെ ബാക്കി പത്രമായി ആ ട്രെയിൻ അവിടെ കിടന്നു. ട്രെയിൻ എഗ്മോർ സ്റ്റേഷനിൽ എത്തിയതിനു പിന്നാലെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ആ 18 പോലീസുകാരും പുറത്തിറങ്ങി. അവർ ആ പാഴ്സൽ കോച്ചുകൾക്ക് ചുറ്റും കാവൽ നിലയുറപ്പിച്ചു. തങ്ങൾ കാവലിരുന്ന കോടികൾ നിറച്ച പെട്ടികൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം അപ്പോഴും അവർക്ക് അജ്ഞാതമായിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം പണം ഏറ്റുവാങ്ങാനായി റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥർ അവിടെ എത്തി. അവർ ആദ്യം ഒന്നാമത്തെ പാഴ്സൽ കോച്ച് തുറന്നു പരിശോധിച്ചു. അതിനുള്ളിൽ എല്ലാം സാധാരണ നിലയിലായിരുന്നു. നോട്ടുകൾ നിറച്ച പെട്ടികളെല്ലാം യാതൊരു കുഴപ്പവുമില്ലാതെ ഭദ്രമായി അടുക്കി വച്ചിരുന്നത് പോലെയിരുന്നു. എന്നാൽ രണ്ടാമത്തെ പാഴ്സൽ കോച്ചിൻ്റെ വാതിലുകൾ തുറന്ന RBI ഉദ്യോഗസ്ഥർ കണ്ടത് അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കോച്ചിലെ ദൃശ്യം കണ്ട് അവരുടെ കണ്ണുകൾ തള്ളിപ്പോയി. കോച്ചിൻ്റെ ഇരുമ്പ് മേൽക്കൂരയിൽ വലിയൊരു ദ്വാരം. ആ ദ്വാരത്തിലൂടെ പുറത്തുള്ള വെളിച്ചം ഉള്ളിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. ഭദ്രമാക്കി വച്ചിരുന്ന മരപ്പെട്ടികളിൽ പലതും തകർക്കപ്പെട്ട് നടന്ന വൻ കവർച്ചയുടെ ബാക്കി പത്രമായി കോച്ചിൻ്റെ തറയിലാകെ 100-ൻ്റെയും 500-ൻ്റെയും 1000-ൻ്റെയും നിരവധി പഴയ നോട്ടുകൾ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. ഓടുന്ന ട്രെയിനിൻ്റെ മേൽക്കൂര മുറിച്ച് ആരോ ഉള്ളിൽ കടന്നിട്ടുണ്ടെന്നും വൻ തുക അപഹരിച്ച് കടന്നു കളഞ്ഞുവെന്നും അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായി. മിനിറ്റുകൾക്കകം ഈ വാർത്ത പരന്നതോടെ റെയിൽവേ സ്റ്റേഷനിലാകെ പരിഭ്രാന്തി പടർന്നു. നഷ്ടപ്പെട്ട തുക എത്രയാണെന്ന് തിട്ടപ്പെടുത്താനായി ബാക്കിയുള്ള നോട്ടുകൾ ഉടനടി എണ്ണാൻ തുടങ്ങി. ഓരോ പെട്ടികളിൽ എത്ര രൂപ വീതം ഉണ്ടായിരുന്നുവെന്നും എത്ര പെട്ടികളിലെ പണം നഷ്ടപ്പെട്ടുമെന്നും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 5,78,00,000 രൂപ അവിടെ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. ഈ വിവരം അറിഞ്ഞ ഉടനെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും RBI ഉദ്യോഗസ്ഥരുടെയും കൈകാലുകൾ വിറച്ചുപോയി. വൻ സുരക്ഷാ വലയത്തിനുള്ളിൽ നടന്ന ഈ കവർച്ച അവരെ കടുത്ത പരിഭ്രാന്തിയിലാഴ്ത്തി. ഒട്ടും സമയം കളയാതെ റെയിൽവേ പോലീസിനെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെയും തമിഴ്നാട് ലോക്കൽ പോലീസിനെയും ഈ വമ്പൻ കവർച്ചയെക്കുറിച്ച് വിവരമറിയിച്ചു. നിമിഷ നേരം കൊണ്ട് പാഞ്ഞെത്തിയ പോലീസ് ഉദ്യോഗസ്ഥ സംഘം സേലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് പൂർണ്ണമായും സീൽ ചെയ്തു. രാജ്യത്തെ ഒന്നാകെ നടുക്കിയ ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീവണ്ടി കവർച്ചയായിരുന്നു അത്. നഷ്ടപ്പെട്ട തുക 5.78 കോടി രൂപയായിരുന്നുവെങ്കിലും ഓടുന്ന തീവണ്ടിയുടെ മേൽക്കൂര കട്ടർ ഉപയോഗിച്ച് തുറന്ന് സായുധരായ പോലീസുകാർ തൊട്ടപ്പുറത്ത് കാവലിരിക്കെ റിസർവ് ബാങ്കിൻ്റെ സീൽ ചെയ്ത പെട്ടികളിൽ നിന്ന് പണം അപഹരിച്ചത് ഏവരെയും അമ്പരിപ്പിക്കുന്ന ഒന്നായിരുന്നു. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഇത്രയും കൃത്യമായ ആസൂത്രണത്തോടെ ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നത്. ഏറ്റവും രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ വമ്പൻ കൊള്ളയുടെ ചുരുളഴിക്കാൻ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ സഹായം വരെ തേടാൻ പോവുകയായിരുന്നു. ഒരു സാധാരണ മോഷണ കേസിൽ നാസയുടെ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടായിരുന്നു. റെയിൽവേ പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായിട്ടാണ് ഈ തീവണ്ടി കവർച്ചയുടെ അന്വേഷണം ആരംഭിച്ചത്. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി. ട്രെയിനിൻ്റെ മേൽക്കൂരയിൽ ദ്വാരമുണ്ടാക്കിയ ഭാഗം, മുറിച്ച ഇരുമ്പിൻ്റെ പാടുകൾ, തകർക്കപ്പെട്ട പെട്ടികൾ, തറയിൽ ചിതറിക്കിടക്കുന്ന നോട്ടുകൾ തുടങ്ങിയ സാധ്യമായ എല്ലാ മേഖലകളിൽ നിന്നും അന്വേഷണ സംഘം സൂക്ഷ്മമായി സാമ്പിളുകൾ ശേഖരിച്ചു. ഇവിടെ വളരെ ആഴത്തിൽ നടന്ന ഒരു പരിശോധനയിൽ പോലീസിന് നിർണായകമായ ചില കാര്യങ്ങൾ ലഭിച്ചു. മോഷ്ടാക്കളുടേതാണെന്ന് സംശയിക്കുന്ന ചില വിരലടയാളങ്ങളും ഒരു ഭാഗത്തു നിന്ന് ഏതാനും തുള്ളി രക്തക്കറകളും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു.
ഇരുമ്പ് മുറിക്കുന്നതിനിടയിലോ പെട്ടികൾ തകർക്കുന്നതിനിടയിലോ സംഘത്തിൽ ആർക്കോ പരിക്കേറ്റിട്ടുണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമായി. ലഭിച്ച രക്തസാമ്പിളുകളും വിരലടയാളങ്ങളും ഉടനെ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. മോഷ്ടാക്കളെ ഉടൻ തന്നെ പിടികൂടുമെന്ന വലിയൊരു പ്രതീക്ഷ ഈ തെളിവുകൾ ഉദ്യോഗസ്ഥർക്ക് നൽകി. എന്നാൽ ഊർജിതമായ അന്വേഷണം നടത്തിയിട്ടും ഈ വിരലടയാളങ്ങളോ രക്തക്കറകളോ തമിഴ്നാട്ടിലെ സ്ഥിരം കുറ്റവാളികളുടേതായി ഒത്തുനോക്കിയപ്പോൾ യാതൊരു സാമ്യവും കണ്ടെത്താനായില്ല. കേസിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മറുവശത്ത് കേസ് വേഗത്തിൽ തെളിയിക്കാനും റിസർവ് ബാങ്കിന്റെ പണം വീണ്ടെടുക്കാനും റെയിൽവേക്കും പോലീസിനും മേൽ സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ വമ്പൻ തീവണ്ടി കവർച്ചയുടെ വാർത്തകൾ പത്രങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലും വലിയ തലക്കെട്ടോടെ നിറഞ്ഞു നിന്നു. പുറത്തുനിന്നുള്ള ആർക്കും ഇത്ര കൃത്യമായി ഈ കവർച്ച നടത്താൻ കഴിയില്ലെന്നും റെയിൽവേയിലെയോ RBIയിലെയോ ജീവനക്കാരുടെ സഹായത്തോടെയാകാം ഇത് നടന്നതെന്നും പോലീസിന് സംശയമുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ, RPFകാർ, പോലീസുകാർ, സൂപ്പർവൈസർമാർ, ലോഡിംഗ് തൊഴിലാളികൾ എന്നിവരെയെല്ലാം പോലീസ് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. എന്നാൽ അവർക്കെതിരെ യാതൊരു തെളിവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ സംഭവത്തിന് നേരിട്ടുള്ള ദൃക്സാക്ഷികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല CCTV ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ലായിരുന്നു എന്നതാണ് അന്വേഷണ സംഘം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഇതൊരു സങ്കീർണമായ കേസായി മാറി. ലോക്കൽ പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിയതോടെ കൃത്യം 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 2016 ഓഗസ്റ്റ് 11 ഈ കേസ് തമിഴ്നാടിന്റെ പ്രത്യേക അന്വേഷണ വിഭാഗമായ ക്രൈംബ്രാഞ്ച് CIDക്ക് കൈമാറാൻ തീരുമാനിച്ചു. ADSP സെന്തിൽകുമാറിനെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായി നിയമിച്ചു. ഫീൽഡ് ഓപ്പറേഷനുള്ള ചുമതല DSP കൃഷ്ണനായിരുന്നു. ഇവരെ കൂടാതെ സബ് ഇൻസ്പെക്ടർ ശേഖർ, സ്പെഷ്യൽ സബ് ഇൻസ്പെക്ടർ സ്വാമിക്കണ്ണ്, ഹെഡ് കോൺസ്റ്റബിൾ ദണ്ഡപാണി എന്നിവരുൾപ്പെടെയുള്ള ക്രൈംബ്രാഞ്ച് CIDകളുടെ വലിയൊരു സംഘം ഈ കേസിന്റെ ചുരുളഴിക്കാൻ രാവും പകലും കഠിനാധ്വാനം ചെയ്തു. കേസ് ഏറ്റെടുത്ത ഉടനെ ക്രൈംബ്രാഞ്ച് സംഘം ആദ്യം ചെയ്തത് ലോക്കൽ പോലീസ് ഇതുവരെ ശേഖരിച്ച വിവരങ്ങളെല്ലാം ആദ്യം മുതൽ വീണ്ടും പരിശോധിക്കുക എന്നതായിരുന്നു. ക്രൈം സീനിൽ നിന്നുള്ള വിവരങ്ങളും അവിടെ നിന്ന് ലഭിച്ച ഭൗതിക തെളിവുകളും അവർ ഒന്നുകൂടി സൂക്ഷ്മമായി വിലയിരുത്താൻ ആരംഭിച്ചു. ട്രെയിനിന്റെ ഇരുമ്പ് മേൽക്കൂരയിൽ 2 അടി വലുപ്പത്തിൽ ദ്വാരമുണ്ടാക്കാൻ മോഷ്ടാക്കൾ ഉപയോഗിച്ച ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനും ക്രൈംബ്രാഞ്ച് സംഘം ശ്രമിച്ചു. പണം പൂർണ്ണമായും നഷ്ടപ്പെട്ട കാലിയായ പെട്ടികളും മോഷ്ടാക്കൾ തകർക്കാൻ ശ്രമിച്ച മറ്റ് പെട്ടികളും അവർ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായി തന്നെ പരിശോധിച്ചു. അതുമാത്രമല്ല, സേലം മുതൽ ചെന്നൈ എഗ്മാർ വരെയുള്ള 350 കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രെയിൻ റൂട്ട് മുഴുവനുമായും പോലീസിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാക്കി. ഈ പാതയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും റൂട്ടിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അരിച്ചു പെറുക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും കൊണ്ടും യാതൊരു പ്രയോജനമുണ്ടായിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈകളിൽ പ്രതികളെക്കുറിച്ചുള്ള യാതൊരു തെളിവും ലഭിച്ചില്ല. ഈ അന്വേഷണത്തിൽ പോലീസ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി മറ്റൊന്നായിരുന്നു. നഷ്ടപ്പെട്ടത് ഉപയോഗിച്ച് പഴകിയ നോട്ടുകളായിരുന്നതിനാൽ തന്നെ അവയുടെ സീരിയൽ നമ്പറുകൾ എവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മോഷ്ടിക്കപ്പെട്ട ആ കോടിക്കണക്കിന് രൂപ പ്രതികൾ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ പോലും അത് കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമായിരുന്നു. കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ സാഹചര്യ തെളിവുകളും ലഭ്യമായ ചില സാക്ഷിമൊഴികളെയും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം നിർബന്ധിതരായി. അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് സംഘം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നേരിട്ടെത്തി പരിശോധനകൾ നടത്തി. സംശയമുള്ളവരും അല്ലാത്തവരുമായി 2000-ലധികം ആളുകളെ അവർ ഈ കാലയളവിനുള്ളിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരുന്നു. എങ്കിലും കേസിൽ പുരോഗതി ഉണ്ടാക്കുന്ന യാതൊരു നിർണായക വിവരങ്ങളും അവർക്ക് ലഭിച്ചില്ല. അങ്ങനെ യാതൊരു തുമ്പും ലഭിക്കാതെ ഏകദേശം 2 വർഷത്തോളം കടന്നുപോയി. ഇന്ത്യയെ നടുക്കിയ ആ വമ്പൻ കവർച്ചയുടെ അന്വേഷണം എങ്ങുമെത്താതെ അവസാനിക്കുമെന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ കാര്യങ്ങൾ. കള്ളന്മാർ യാതൊരു ഭയവുമില്ലാതെ പുറത്ത് സ്വതന്ത്രമായി വിലസുമ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ ഓരോ നീക്കവും ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. എല്ലാ വഴികളും അടഞ്ഞ് അന്വേഷണം പൂർണ്ണമായും വഴിമുട്ടിയ അവസരത്തിൽ ഈ കേസിൻ്റെ ചുരുളഴിക്കാൻ ക്രൈംബ്രാഞ്ച് ഒടുവിൽ സാങ്കേതിക വിദ്യയുടെ, പ്രത്യേകിച്ച് IT വിദഗ്ധരുടെ സഹായം തേടാൻ തീരുമാനിച്ചു. 2016 ഓഗസ്റ്റ് 8-9 തീയതികളിലെ രാത്രികളിൽ സേലം മുതൽ ചെന്നൈ വരെയുള്ള റൂട്ടിൽ ആ എക്സ്പ്രസ് ട്രെയിനിൽ സഞ്ചരിച്ച സമയത്ത് ആക്റ്റീവായിരുന്ന എല്ലാ മൊബൈൽ നമ്പറുകളുടെയും ടവർ ഡംപ് ഡേറ്റ ശേഖരിക്കുക എന്നതായിരുന്നു IT വിദഗ്ധർക്ക് നൽകിയ ദൗത്യം. ലക്ഷക്കണക്കിന് ഫോൺ കോളുകൾ അരിച്ചു പറക്കേണ്ടി വരുന്ന വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു അത്.
ദിവസങ്ങൾ നീണ്ട ഈ വലിയ ഡാറ്റ പരിശോധനയിൽ വളരെ നിർണായകമായ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ട്രെയിനിൻ്റെ അതേ വേഗതയിൽ ചില പ്രത്യേക മൊബൈൽ നമ്പറുകൾ അവർ കണ്ടെത്തി. അതായത് ട്രെയിൻ കടന്നുപോയ അതേ റൂട്ടിലൂടെ തീവണ്ടിയുടെ അതേ വേഗതയിൽ ഈ നമ്പറുകളുടെ ലൊക്കേഷനും മാറിക്കൊണ്ടേയിരുന്നു. കൂടുതൽ അന്വേഷണത്തിൽ ഈ നമ്പറുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ അവയെല്ലാം മധ്യപ്രദേശിലെ ഒരേ പ്രദേശത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറുകളാണെന്ന് പോലീസിന് മനസ്സിലായി. സംശയത്തിൻ്റെ മുന ആ നമ്പറുകളിലേക്ക് തിരിയാൻ ഇത് കാരണമായി. എന്നാൽ മൊബൈൽ നമ്പറുകളുടെ ട്രാക്കിംഗ് വിവരങ്ങൾ മാത്രം വച്ചുകൊണ്ട് ഈ വ്യക്തികൾ തന്നെയാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയില്ല. കാരണം അന്ന് ആ ട്രെയിനിൽ യാത്ര ചെയ്ത ആയിരക്കണക്കിന് സാധാരണ യാത്രക്കാരിൽ ആരുടെയെങ്കിലും നമ്പറായിരിക്കാം. എന്നാലും മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ സിം നമ്പറുകൾ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ തക്കതായ തെളിവുകൾ അപ്പോഴും പോലീസിൻ്റെ പക്കലില്ലായിരുന്നു. ഇതോടെ അന്വേഷണം വീണ്ടും പ്രതിസന്ധിയിലായി. തങ്ങളുടെ പക്കലുള്ള ഈ അപൂർണമായ തെളിവുകൾ വച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് കേസിൽ നിർണായകമായ ഒരു കുതിച്ചുചാട്ടത്തിനായി ക്രൈംബ്രാഞ്ച് ഒടുവിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ സഹായം തേടാൻ തന്നെ തീരുമാനിച്ചു. ഇന്ത്യൻ പോലീസിൻ്റെ ഒരു കേസ് നാസ ഇടപെടാൻ പോകുന്ന നിർണായകമായ ഒരു ചരിത്ര നിമിഷമായിരുന്നു അത്. കവർച്ച നടന്ന ആ രാത്രിയിൽ സേലം മുതൽ ചെന്നൈ വരെയുള്ള റൂട്ടിൻ്റെ ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അവർ നാസയോട് ആവശ്യപ്പെട്ടു. ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ച ഉടനെ IT വിദഗ്ധരുടെ സഹായത്തോടെ അന്വേഷണ സംഘം അത് വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാൻ തുടങ്ങി. ആ പരിശോധനയിൽ അവരുടെ കണ്ണുകളെ അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി. യാത്രയിലുടനീളം ആ ഓടുന്ന ട്രെയിനിൻ്റെ മേൽക്കൂരയിൽ ചില മനുഷ്യരൂപങ്ങൾ അനങ്ങുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാമായിരുന്നു. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ എന്തെന്നാൽ ട്രെയിൻ വിരുദ്ധാചലം സ്റ്റേഷന് സമീപത്ത് എത്തിയപ്പോൾ മേൽക്കൂരയിലുണ്ടായിരുന്ന ആ രൂപങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതായത് വിരുദ്ധാചലം റെയിൽവേ സ്റ്റേഷനിലും വെച്ച് ഡീസൽ എഞ്ചിൻ മാറ്റി ഇലക്ട്രിക് എഞ്ചിൻ ഘടിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കവർച്ചക്കാർ കൃത്യം പൂർത്തിയാക്കി പണവുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നുവെന്ന് പോലീസിന് ഉറപ്പായി. അങ്ങനെ വർഷങ്ങളായി ഇരുട്ടിലായിരുന്ന ആ നിഗൂഢ കേസിൻ്റെ ചുരുളുകൾ ഓരോന്നായി അഴിയാൻ തുടങ്ങി. സംശയമുള്ള മൊബൈൽ നമ്പറുകളുടെ ടവർ ടാർഗറ്റുകളും നാസയിൽ നിന്നുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളും കൂട്ടിയോജിപ്പിച്ച് പോലീസ് വീണ്ടും പരിശോധന നടത്തി. ഈ വമ്പൻ കവർച്ചയ്ക്ക് പിന്നിൽ വെറുമൊരു 5 അംഗ സംഘമല്ല, മറിച്ച് പുറത്ത് വാഹനവുമായി കാത്തുനിന്നവരുൾപ്പെടെ ഏകദേശം 11 പേർ അടങ്ങുന്ന ഒരു വൻ ക്രിമിനൽ സംഘമുണ്ടെന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നു. ഇനി ഇവരെ പിടികൂടുക എന്നതായിരുന്നു പോലീസിന് മുമ്പുള്ള ഏക ലക്ഷ്യം. പ്രതികളുടെ മൊബൈൽ നമ്പറുകൾ മധ്യപ്രദേശിൽ നിന്നുള്ള ആയതിനാൽ തന്നെ പോലീസ് ക്രൈംബ്രാഞ്ച് ഉടൻ തന്നെ മധ്യപ്രദേശ് പോലീസുമായി ബന്ധപ്പെട്ടു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവണ്ടി കവർച്ചയുടെ പൂർണ്ണ വിവരങ്ങൾ അവരെ ധരിപ്പിക്കുകയും പ്രതികളെ പിടികൂടാനായി അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. 2 സംസ്ഥാനങ്ങളിലെ പോലീസുകാർ ചേർന്ന് നടത്തിയ സംയുക്തമായ നീക്കത്തിനൊടുവിൽ ആ വലിയ വിജയം അവരെ തേടിയെത്തി. കവർച്ച നടന്ന് ഏകദേശം 2.5 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2018 ഒക്ടോബർ 12-ന് മധ്യപ്രദേശിലെ രത്നം സ്വദേശികളായ ദിനേശ് പാർത്തി, രോഹൻ പാർത്തി എന്നിവരെ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വച്ച് ക്രൈംബ്രാഞ്ച് സംഘം അതിവിദഗ്ധമായി അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ ദിനേശ് പാർത്തിയെയും മോഹൻ പാർത്തിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. തുടക്കത്തിൽ ഇരുവരും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും ഒഴിഞ്ഞു മാറാനും ശ്രമിച്ചുവെങ്കിലും ക്രൈംബ്രാഞ്ചിൻ്റെ കർശനമായ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഒടുവിൽ അവർ തങ്ങളുടെ കുറ്റം സമ്മതിച്ചു. ഈ വമ്പൻ തീവണ്ടി കവർച്ചയ്ക്ക് പിന്നിൽ ഉത്തരേന്ത്യയിലെ കുപ്രസിദ്ധനായ പാർത്തി ഗ്യാങ് ആണെന്നും അതിൻ്റെ തലവൻ മോഹൻ സിംഗ് പാർത്തിയാണെന്നും അവർ പോലീസിനോട് വെളിപ്പെടുത്തി. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഉടനെ തന്നെ മധ്യപ്രദേശിലേക്ക് തിരിച്ചു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് അവരെ കാത്ത് മറ്റൊരു കാര്യം ഉണ്ടായിരുന്നത്. ഈ കവർച്ചയിലെ മറ്റ് പ്രതികളെല്ലാം ഇതിനോടകം തന്നെ മറ്റ് പല ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുകയും മധ്യപ്രദേശിലെ വിവിധ ജയിലുകളിൽ കഴിയുകയുമാണെന്ന് പോലീസിന് മനസ്സിലായി. തുടർന്ന് മധ്യപ്രദേശ് പോലീസുമായി ഏകോപിപ്പിച്ച് ക്രൈംബ്രാഞ്ച് സംഘം നിയമ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഗുണ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഗ്യാങ് തലവൻ മോഹൻ സിംഗ് പാർത്തി, റൂസി പാർത്തി, മഹേഷ് പാർത്തി, കൃഷ്ണ എന്ന കാളിയ എന്നിവരെയും അശോക് നഗർ ജയിലിലായിരുന്ന ബ്രിജ് മോഹൻ പാർത്തിയെയും അവർ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണങ്ങൾക്കായി ചെന്നൈയിലേക്ക് എത്തിച്ചു. മധ്യപ്രദേശിലെ ഗുണ സ്വദേശിയായിരുന്നു പാർത്തി ഗ്യാങ് തലവനായ മോഹൻ സിംഗ് പാർത്തി. തൻ്റെ ബന്ധുവായ കൃഷ്ണ എന്ന കാളിയയ്ക്കൊപ്പമാണ് അവൻ കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട ലോകത്തേക്ക് കടന്നത്.
സ്വന്തം ഭാര്യയെയും കുട്ടികളെയും മറ്റു ബന്ധുക്കളെയും വളരെ നിഷ്കരണം കൊലപ്പെടുത്തിയ ക്രൂരനായ ഒരു ക്രിമിനലായിരുന്നു മോഹൻ സിംഗ് പാർത്തി. അതിനുശേഷം രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ തുടങ്ങിയ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അവൻ തൻ്റെ ഗ്യാങ്ങുകളുമായി ചേർന്ന് കൊള്ളയും കൊലയും നടത്തി വിലസുകയായിരുന്നു എന്ന് തെളിഞ്ഞതോടെ പോലീസും ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. കൊടും കുറ്റവാളിയായിരുന്ന ഈ ഗ്യാങ്ങിനെ മുമ്പ് പലതവണ പോലീസ് പിന്തുടരുകയും അതിൽ ചിലരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തിരുന്നു. അതിന് പോലീസിനെ സഹായിച്ചത് തൻ്റെ സ്വന്തം ഗ്യാങ്ങിലെ റുക്സാദും നവാലുമാണെന്ന് സംശയിച്ച മോഹൻ സിംഗ് പാർട്ടി യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തി. ജമ്മു കാശ്മീരിൽ വെച്ച് ഒരു കുടുംബത്തിലെ 5 പേരെയാണ് മോഹൻ സിംഗും സംഘവും ചേർന്ന് ഇല്ലാതാക്കിയത്. ഈ സംഭവങ്ങളോടെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലെയും പോലീസ് മോഹൻ സിംഗിന് പിന്നാലെ ഉണ്ടായിരുന്നു. അറസ്റ്റ് ഭയന്ന അവൻ തൻ്റെ ഗാങ്ങുമായി ദക്ഷിണേന്ത്യയിലേക്ക് കടക്കുകയും പോലീസിൻ്റെ കണ്ണു വെട്ടിക്കാനായി പലയിടങ്ങളിലായി ഒളിവിൽ കഴിയാൻ തുടങ്ങുകയും ചെയ്തു. പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം 2016 തമിഴ്നാട്ടിലെ സേലത്തെത്തിയ മോഹൻ സിംഗും സംഘവും റെയിൽവേ ട്രാക്കുകൾക്ക് സമീപമുള്ള കുടിലുകളിലാണ് താമസിച്ചിരുന്നത് എന്നതാണ്. പോലീസിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ അവരെല്ലാം സാധാരണയായ തൊഴിലാളികളുടെ വേഷം ധരിച്ച് സമൂഹത്തിൽ ഇടകലർന്ന് ജീവിക്കാൻ തുടങ്ങി. ആരുടെയും സംശയം ക്ഷണിച്ചു വരുത്താതെ തന്നെ അവർ വളരെ വിദഗ്ധമായി അവിടെ ചെറിയ മോഷണങ്ങളും മറ്റും നടത്തി വന്നു. ഇതിനിടയിലാണ് സേലത്തുള്ള ഒരു പ്രാദേശിക ക്രിമിനൽ സംഘവുമായി മോഹൻ സിംഗ് അടുപ്പത്തിലാകുന്നത്. അവരിൽ നിന്നാണ് റിസർവ് ബാങ്കിലേക്ക് കൊണ്ടുപോകുന്ന ഉപയോഗിച്ച് പഴകിയ നോട്ടുകളെക്കുറിച്ചുള്ള രഹസ്യ വിവരം അവന് ലഭിക്കുന്നത്. ഏത് ട്രെയിനിൽ എപ്പോൾ എങ്ങനെയാണ് ഈ വലിയ തുക കൊണ്ടുപോകുന്നതെന്നുള്ള എല്ലാ വിവരങ്ങളും അവരിൽ നിന്നും അവന് കൃത്യമായി ചോർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഇത്രയും വലിയൊരു തുകയെക്കുറിച്ച് അറിഞ്ഞതോടെ ആ പണം കൊള്ളയടിക്കാൻ തന്നെ മോഹൻ സിംഗ് പാർട്ടി തീരുമാനിച്ചു. തൻ്റെ ഗ്യാങ്ങിലെ മറ്റുള്ളവരെയും അവൻ ഇതിനായി സജ്ജമാക്കി. ട്രെയിൻ പോകുന്ന റൂട്ടിലേക്കുള്ള പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അവനും സംഘവും ചേർന്ന് അയോധ്യ പട്ടണം മുതൽ വിരുദ്ധാചലം വരെയുള്ള സ്റ്റേഷനുകൾക്കിടയിൽ ആഴ്ചകളോളമാണ് രഹസ്യമായി നിരീക്ഷണം നടത്തിയത്. റെയിൽവേയുടെ സുരക്ഷാ വീഴ്ചകളും പാതകളിലെ വളവുകളും ട്രെയിൻ സ്ലോ ചെയ്യുന്ന പ്രദേശങ്ങളും അവൻ കൃത്യമായി മനസ്സിലാക്കിയത് ഈ നിരീക്ഷണത്തിലൂടെയാണ്. അതിനുശേഷം ദിവസങ്ങളോളം സേലം, ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൻ്റെ യാത്രാ വഴികൾ മോഹൻ സിംഗും സംഘവും വളരെ കൃത്യമായി നിരീക്ഷിച്ചു. അയോധ്യ പട്ടണത്തിനും വിരുദ്ധാചലത്തിനുമിടയിൽ ട്രെയിനിൻ്റെ വേഗത വളരെ കുറവാണെന്നും സേലം മുതൽ വിരുദ്ധാചലം വരെ അന്ന് വൈദ്യുതീകരിച്ച പാതകളില്ലെന്നും ഈ നിരീക്ഷണത്തിലൂടെ പാർട്ടി ഗ്യാങ് മനസ്സിലാക്കി. ഈ പാതയിൽ ഡീസൽ എഞ്ചിനിലാണ് ട്രെയിൻ ഓടുന്നതെന്നതും അവർക്ക് അനുകൂലമായി. ഇതൊക്കെ മുൻനിർത്തി വിരുദ്ധാചലം സ്റ്റേഷനിൽ എത്തുന്നതിന് കുറച്ച് കിലോമീറ്ററുകൾക്ക് മുമ്പ് വച്ച് തന്നെ ട്രെയിൻ കൊള്ളയടിക്കാൻ മോഹൻ സിംഗ് പാർട്ടി പദ്ധതിയിട്ടു. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെ 2016 ഓഗസ്റ്റ് 8 ആ രാത്രിയിൽ ഓടിക്കൊണ്ടിരുന്ന തീവണ്ടിയുടെ മേൽക്കൂര കൂട്ടാളികളോടൊപ്പം ചേർന്ന് തുറന്ന് 5,75,00,000 രൂപയുമായി അവർ ഇരുട്ടിലേക്ക് മറിഞ്ഞു. എന്നാൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് പറയുന്നത് പോലെ അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലം വൈകാതെ തന്നെ അവരെ തേടിയെത്തി. ജീവൻ പണയം വച്ച് കൊള്ളയടിച്ച ആ വലിയ തുക ശരിയായി ഒന്ന് ഉപയോഗിക്കാൻ പോലും പാർട്ടി ഗ്യാങ്ങിന് കഴിഞ്ഞില്ല. ഈ കവർച്ച നടന്ന് കൃത്യം 3 മാസങ്ങൾക്ക് ശേഷം കള്ളപ്പണം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സർക്കാർ രാജ്യത്ത് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചു. അതുവരെ തങ്ങൾ അപഹരിച്ച പണത്തിൽ നിന്നും കുറച്ച് വസ്തുക്കളും മറ്റു ചില സാധനങ്ങളും വാങ്ങാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. പെട്ടെന്നുള്ള നോട്ട് നിരോധനം വന്നതോടെ അവരുടെ കൈവശമുണ്ടായിരുന്ന മോഷ്ടിച്ച പഴയ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളെല്ലാം എവിടെയും മാറ്റിയെടുക്കാൻ കഴിയാത്ത വിധം വെറുമൊരു കടലാസ് കഷ്ണമായി മാറി. ഒടുവിൽ യാതൊരു നിർവാഹവുമില്ലാതെ ഇത്രയും കഷ്ടപ്പെട്ട് കവർച്ച ചെയ്ത ആ കോടിക്കണക്കിന് രൂപയ്ക്ക് മോഹൻ സിംഗും കൂട്ടാളികൾക്കും സ്വന്തം കൈകൾ കൊണ്ട് തന്നെ തീയിടേണ്ടി വന്നു. തുടർന്ന് തൻ്റെ ഗ്യാങ്ങുമായി മധ്യപ്രദേശിലേക്ക് കടന്ന മോഹൻ സിംഗ് അധികം വൈകാതെ തന്നെ മറ്റൊരു കേസിൽ മധ്യപ്രദേശ് പോലീസിൻ്റെ പിടിയിലായി ജയിലിലടയ്ക്കപ്പെട്ടു. ഇതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് സംഘം നാസയുടെ അടക്കം സഹായത്തോടെ ഈ തീവണ്ടി കവർച്ച കേസിൻ്റെ ചുരുളഴിഞ്ഞതും അവനെയും കൂട്ടാളികളെയും കസ്റ്റഡിയിൽ വാങ്ങി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നതും. അങ്ങനെ 730 ദിവസങ്ങൾ, കൃത്യം 2.5 വർഷം നീണ്ട രാപ്പകലില്ലാത്ത പരിശ്രമത്തിനൊടുവിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവണ്ടി കവർച്ചയുടെ പൂർണ്ണരൂപം പോലീസിന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ സംഭവം അന്വേഷണ ഏജൻസികളുടെ മികവ് തെളിയിച്ചതിനോടൊപ്പം തന്നെ അക്കാലത്ത് ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ സംവിധാനത്തിലുണ്ടായിരുന്ന വലിയ വീഴ്ചകളും പഴുതുകളും രാജ്യത്തിന് മുന്നിൽ തുറന്നുകാട്ടി. ഈ സംഭവത്തിന് ശേഷം റെയിൽവേയുടെയും RBIയുടെയും തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായി പൊളിച്ചെഴുതാനും കൂടുതൽ കർശനമാക്കാനും നിർബന്ധിതരായി.
വലിയ തുകകൾ ട്രെയിൻ മാർഗം കൊണ്ടുപോകുന്നതിന് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. ഇനി മുതൽ പണം സൂക്ഷിക്കുന്ന അതേ കോച്ചിൽ തന്നെ പോലീസുകാർക്ക് കാവലിരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. CCTV നിരീക്ഷിക്കാനും GPS ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ട്രെയിൻ റൂട്ടുകളുടെ കൃത്യമായ റിസ്ക് മാപ്പ് നടത്താനും വൈദ്യുതീകരിക്കാത്ത പാളങ്ങളിൽ കൂടുതൽ സുരക്ഷ ഒരുക്കാനും റെയിൽവേ നടപടികൾ സ്വീകരിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ നിരവധി പഴുതുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വമ്പൻ തീവണ്ടി കവർച്ചയുടെ മുഖ്യ സൂത്രധാരനായ മോഹൻ സിംഗ് പാർട്ടി മതിയായ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി 2021 ജാമ്യത്തിൽ പുറത്തിറങ്ങി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അവൻ വീണ്ടും തൻ്റെ പഴയ ക്രിമിനൽ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു. അനധികൃത നിർമ്മാണം, കൊള്ള, കൊലപാതകം തുടങ്ങി അതിഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് അവനെതിരെ ഇന്ന് 50-ലധികം എഫ്ഐആറുകൾ നിലവിലുണ്ട്. എന്നാൽ ഏറ്റവും അത്ഭുതകരവും ഭയപ്പെടുത്തുന്നതുമായ കാര്യം ഇന്നും അവൻ പോലീസിൻ്റെ പിടിയിലല്ലാതെ സ്വതന്ത്രമായി നടക്കുന്നു എന്നതാണ്. 50 എഫ്ഐആറുകൾ ഉള്ള ഒരു കൊടും കുറ്റവാളിക്ക് തെളിവുകളുടെ അഭാവത്തിൽ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് ഇത്ര എളുപ്പത്തിൽ ഊരിപ്പോകാൻ കഴിയുമെങ്കിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഈ വ്യവസ്ഥയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുക? സിനിമാ കഥകളെ വെല്ലുന്ന തമിഴ്നാട്ടിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ലോകത്തിൽ നടക്കുന്ന വളരെ വിചിത്രവും അതിശയകരവുമായ സത്യങ്ങൾക്കായി ടെല്ലിംഗ് ഹിസ്റ്ററി എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.